അല്ല ഗേസ് എന്തെല്ലാം വിശേഷം. അപ്പോൾ ഇന്ന് ഞാൻ പറയാവുന്ന വിഷയം എന്താണെന്ന് വെച്ചാൽ നമ്മൾ കേരളത്തിൽ ഇപ്പോൾ കത്തിക്കൊണ്ടിരിക്കുന്ന ഒരു വിഷയമാണ് ബോച്ചയും മണി റോസും തമ്മിലുള്ള വിഷയത്തിൽ ഓരോരുത്തരും അഭിപ്രായം ഓരോരുത്തരുടേതായിട്ടുള്ള പറയുന്നുണ്ട്. എന്നാലും കൂടുതൽ അഭിപ്രായം ബോച്ചയ്ക്ക് സപ്പോർട്ടല്ല. ബോച്ച പറഞ്ഞത് തെറ്റാണ് എന്ന് തന്നെ എൻ്റെ അഭിപ്രായം. കാരണം സ്ത്രീകൾക്കെതിരെ ഇങ്ങനെ അനാവശ്യ കമൻറ്റുകളും കാര്യങ്ങളൊക്കെ കിട്ടുന്നത് മോശമാണ്. അതുപോലെ തന്നെ എനിക്ക് പറയാനുള്ള കാര്യം എന്താ വെച്ചാൽ ഇത്ര വ്യഗ്രത ആവശ്യമില്ല. കാരണം ഇതൊക്കെ ഒരു ചെറിയൊരു സോറിയിലും എന്നൊക്കെ പറയുന്നത് നല്ലൊരു വ്യക്തിത്വമാണ്. എന്തായാലും ഇങ്ങനെ പറയുന്നുണ്ടെങ്കിലും നല്ലൊരു വ്യക്തിത്വമാണ്. ഒരുപാട് ആളുകൾക്ക് ജോലിയും കാര്യങ്ങളൊക്കെ കൊടുക്കുന്ന ഒരു മനുഷ്യനാണല്ലോ. ഹണി റോസ് എന്താണ് സമൂഹത്തിന് എന്താണ് നന്മ ചെയ്യണമെന്ന് എനിക്ക് മനസ്സിലാവണില്ല. കാരണം ഇങ്ങനെ കുറേ ഉദ്ഘാടനം ചെയ്യുക, കുറേ ഇങ്ങനെ കാണിച്ചു കൊടുക്കുക, അല്ലാതെ പൊതുവായിട്ട് ഹണി റോസ് ജനങ്ങൾക്കും വേണ്ടിയിട്ടൊരു ജനങ്ങൾക്ക് ഉപകാരമുള്ളൊരു തേങ്ങയും ചെയ്യണില്ല. അതുപോലെ തന്നെ ഇതിൻ്റെ മുമ്പ് അറസ്റ്റ് ചെയ്യേണ്ട എത്ര വ്യഗ്രതൻ്റെ ആവശ്യമൊന്നുമില്ലായിരുന്നു. കാരണം വയനാടൊക്കെ പോയി സ്ക്വാഡ് പോയിട്ട് അറസ്റ്റ് ചെയ്യേണ്ട ആവശ്യം ബോച്ചനെ അങ്ങനെ അറസ്റ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം പോലീസ് സ്റ്റേഷനിലേക്ക് വിളിപ്പിച്ച ബോച്ചൊക്കെ വന്ന് ഹാജരാവും. അത്രയുള്ളൊരു കേസുള്ളൂ. കാരണം പിന്നെ ഇങ്ങനെയുള്ള കേസുകൾ കാര്യങ്ങളൊക്കെ എടുക്കുന്നതിന് മുമ്പ് ഇങ്ങനെയുള്ള ഒരുപാട് കേസുകളുണ്ട്. ഹണി റോസ് ഒരു കേസ് എടുത്തപ്പം പെട്ടെന്ന് ഈ കേസ് എടുക്കാനും ബാക്കിയുള്ള കേസുകളൊക്കെ ഇപ്പോൾ PC ജോർജ് ഇപ്പോൾ വർഗീയതായിട്ട് ഒരുപാട് മുസ്ലിങ്ങളെ സമൂഹ മാധ്യമത്തിൽ അത്രയും സെറ്റപ്പായി കുറ്റം പറഞ്ഞിട്ടുണ്ട്. എന്നിട്ട് അവർ വാപ്പോട് കൂടിയാൽ തീർന്ന് ഇവരൊന്നും അറസ്റ്റ് ചെയ്യാൻ ആർക്കും ഒരു വ്യഗ്രതയില്ല. കാരണം ഒരു സെലിബ്രിറ്റി ആയപ്പോൾ സിനിമ നടി ആയപ്പം പെട്ടെന്നായും ചെയ്ത്. കാരണം ഇതൊക്കെ ജനങ്ങൾക്ക് മനസ്സിലാവും ഈ ഇരട്ടത്താപ്പും കാര്യങ്ങളൊക്കെ എത്രയാണ്, പോലീസിൻ്റെ ഇരട്ടത്താപ്പും കാര്യങ്ങളൊക്കെ. അപ്പോൾ ഇത് ഒന്ന് മനസ്സിലാക്കുക. കാരണം ബോച്ച എന്നൊക്കെ പറയുന്നത് സമൂഹത്തിൽ ഒരുപാട് ഉപകാരം ചെയ്യുന്ന വ്യക്തിയാണ്. കുറേ ചാരിറ്റി ആയിട്ടും ഒരുപാട് ആളുകൾക്ക്, ഒന്നില്ലെങ്കിൽ ഒരുപാട് ആളുകൾക്ക് ജോലി, അയാളെ സംരംഭത്തിൽ ജോലി കൊടുക്കുന്ന ഒരു വ്യക്തിയല്ലേ. അപ്പം ഇതൊക്കെ ഒന്ന് മനസ്സിലാക്കിയാൽ തന്നോ. ചില മാധ്യമങ്ങളൊക്കെ കുത്തിക്കയപ്പം എന്താണ് മനസ്സിലായി. കാരണം ഓൽക്ക് ബോച്ചൻ്റെ പരസ്യം ബോച്ച സ്വന്തമായിട്ടാണ് ചെയ്യുന്നത്. ഓർക്ക് കിട്ടുന്നില്ല, ആ പരസ്യങ്ങളും കാര്യങ്ങളൊന്നും കിട്ടുന്നില്ല. ഇവർ പരസ്യം ചെയ്യണ വേറെ ഏതാ ജോയി ആലുക്കാസിൻ്റെ വേറെ ഏതോ വ്യക്തികളാണെന്നുണ്ടെങ്കിൽ ഇവരൊന്നും ഉണ്ടില്ല. കാരണം ജോയി ആലുക്കാസ് ആയിക്കോട്ടെ, വേറെ ഏതെങ്കിലും, അതായത് ആ മാധ്യമങ്ങൾക്ക് പരസ്യം കൊടുക്കണ ഏതെങ്കിലും വ്യക്തികളാണെന്നുണ്ടെങ്കിൽ ഒരു ബോച്ചയായപ്പോൾ എല്ലാവരും ചാട്ടി വീണ്. കാരണം ബോച്ചൻ്റെ മാധ്യമങ്ങളുടെ വൈരാഗ്യം എന്താണെന്ന് മനസ്സിലായി. കാരണം ഇവർക്ക് പരസ്യങ്ങളും കാര്യങ്ങളൊന്നും കിട്ടുന്നില്ല ബോബി ചെമ്മണ്ണൂരിൻ്റെ. അപ്പോൾ അതിൻ്റെ ഇരട്ടത്താപ്പായിട്ട് അവർ പ്രത്യേകിച്ച് ലാഭമൊന്നുമില്ല ബോബി ചെമ്മണ്ണൂരിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട്. അപ്പോൾ ഒരു ഇരട്ടത്താപ്പായിട്ട് അങ്ങനെ പറയുക. പിന്നെ സ്ത്രീകൾക്കൊരു സപ്പോർട്ടും. എന്തായാലും നിങ്ങളെ അഭിപ്രായങ്ങളും കാര്യങ്ങളൊക്കെ താഴെ രേഖപ്പെടുത്തുക.